പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് തോട്ടിലെ ആദ്യത്തെ 2 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ സോഷ്യലിസം. വാട്ട് ഈസ് സോഷ്യലിസം? ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ കളക്റ്റീവ് ഓർ ഗവൺമെൻറ്റൽ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇവിടെ നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു കളക്റ്റീവായിട്ടുള്ള ഓണർഷിപ്പ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും ഗവൺമെൻറ് നേരിട്ട് എല്ലാവരും ഗവൺമെൻറ്റിന് കീഴിൽ വർക്ക് ചെയ്യുക. അത് എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക? ഗുഡ്സ് ആൻഡ് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് പറയുക സോഷ്യലിസം. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ത്രൂ കോപ്പറേറ്റീവ് ആൻഡ് പ്ലാൻഡ് എക്കണോമിക് സിസ്റ്റം. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക ഏതിലൂടെ? കോപ്പറേറ്റീവ് ആൻഡ് പ്ലാൻഡ് എക്കണോമിക് സിസ്റ്റത്തിലൂടെ. അടുത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് മാർക്സിസം തിയറിയുടെ ഫിലോസഫിക്കൽ ഫ്രെയിംവർക്കാണ്. ദ വ്യൂ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആസ് ഡ്രിവൺ contradiction and conflict material condition. It combines dialectics, the process of changing through contradiction, with materialism, the belief that material condition shape of human society എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിലൂടെ എന്ത് ചെയ്യും? ഒരു ഹ്യൂമൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തു വരുമെന്നാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിൻ്റെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, also known as historical materialism. It is a concept within Marxian that explains historical development and societal change based on economic factors such as class struggle and the modes of production. ക്ലാസ് സ്ട്രഗിളിലൂടെയും മോഡ്സ് ഓഫ് പ്രൊഡക്ഷനിലെയും എന്ത് ചെയ്യും? ഒരു സൊസൈറ്റിയൽ ചേഞ്ച് വരും. അതേപോലെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റും വരും. അക്കോർഡിംഗ് ടു ദിസ് ഇൻ്റർപ്രിട്ടേഷൻ, ചേഞ്ച് ഇൻ എക്കണോമിക് സ്ട്രക്ചർ ഡ്രൈവ് ചേഞ്ച് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്കണോമിക് സ്ട്രക്ചറിലുള്ള ചേഞ്ച് എന്ത് ചെയ്യും? അതിലൂടെ തന്നെ ചേഞ്ച് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേഞ്ചുകൾ വരും. അടുത്ത് സർപ്ലസ് വാല്യൂ. In Marxist economy, surplus value refers to a difference between value produced by labor and the wage paid to laborers. എന്നാൽ ലാബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂം അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന വേജും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് പറയുക? സർപ്ലസ് വാല്യൂ എന്ന്. ഇറ്റ് റെപ്രസെൻറ്റ് സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഫോർ ക്യാപിറ്റലിസ്റ്റ്. ഇതാണ് ആ വ്യത്യാസമാണെന്ത്? ക്യാപിറ്റലിസത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയും. ഈസ് എ സെൻട്രൽ മാർക്സ് ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസത്തിൽ എന്താണ്? അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ലേബേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ വാല്യൂ അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന വേജിൻ്റെ വ്യത്യാസമാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത് അലീനേഷൻ, എ കൺസെപ്റ്റ് ഇൻ മാർക്സിസ്റ്റ് തിയറി ദാറ്റ് ഡിസ്ക്രൈബ് സെൻസ് ഓഫ് enragement or detachment experienced by workers in capital society. It refers to separation of individual from products of their labor, production process, fellow workers and their own human nature, resulting in feeling powerlessness and lack of fulfillment. എന്ന് പറഞ്ഞാൽ ഇത് കടന്നു വരുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ വർക്കേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് പറയുന്നതാണ് അലീനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു സെപ്പറേഷൻ ഓഫ് ഇൻഡിവിജ്വലിനെ സെപ്പറേറ്റ് ചെയ്യണം ഫ്രം പ്രൊഡക്ട്സ് ഓഫ് ദെയർ ലാബർ. ആ ലാബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ നിന്ന് പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഫെലോ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓൺ ഹ്യൂമൻ നേച്ചർ, റിസൾട്ടിങ് ഫീലിംഗ് പവർലെസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റ്. എന്ന് പറഞ്ഞാൽ ലാബേഴ്സ് എന്താണ്? പവർ ഇല്ലാത്തവരാണ്. അവർ ജോലി ചെയ്യുന്നു, അതിനുള്ള അവരെ ചൂഷണം ചെയ്തിട്ട് ക്യാപിറ്റൽസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഓക്കെ, അവർ കറക്റ്റായിട്ട് ഫുൾഫിൽമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി റിസർവ് ആർമി. ഇൻ മാർക്സിസ്റ്റ് എക്കോണമി, റിസർവ് ആർമി ഓഫ് ലേബർ റെഫേഴ്സ് ടു പൂൾ ഓഫ് അൺഎംപ്ലോയിഡ് ഓർ അണ്ടർഎംപ്ലോയിഡ് വർക്കേഴ്സ് ഹു ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിംഗ് പീരിയഡ് ഓഫ് എക്കണോമിക് എക്സ്പാൻഷൻ ഓർ യൂട്ടിലൈസ്ഡ് ടു എക്സെർട്ട് ഡൗൺവാർഡ് പ്രഷർ ഓൺ വേജ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഎംപ്ലോയിഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അവർക്ക് ജോലി എപ്പോഴേ ഉണ്ടാവുള്ളൂ? എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, ഓർ യൂട്ടിലൈസ്ഡ് ടു എക്സെർട്ട് ഡൗൺവാർഡ് പ്രഷർ ഓൺ വേജ്. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അൺഎംപ്ലോയിഡ് ഉള്ള ആൾക്കാർ അവർ കൂടുതലായിട്ട് അപ്പം എന്ത് ചെയ്യും? അൺഎംപ്ലോയിഡ് ആൾക്കാർ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ അവരുടെ സപ്ലൈ കൂടും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? യൂട്ടിലൈസ്ഡ് ടു എക്സെർട്ട് ഡൗൺവാർഡ് പ്രഷർ ഓൺ വേജ് ഡൗൺവാർഡ് പ്രഷറിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെതാണ്. അസോസിയേറ്റ് വിത്ത് മാർക്സ് ദാറ്റ് സജസ്റ്റ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് ലാബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബറിൻ്റെ
എമൗണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗുഡ്സിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ദിസ് തിയറി ചലഞ്ച് ദ ഐഡിയ ദാറ്റ് വാല്യൂ സോളി ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി ഓർ മാർക്കറ്റ് ഡിമാൻഡ്. അടുത്ത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, എ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്സ് ജോസഫ് സുംപീറ്റർ but also discussed in Marxist analysis. It refers to the process which new innovation and technology replace old industry and method, leading to economic progress but also causing disruptions such as job losses, change in economic structure. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഇന്നോവേഷനും ടെക്നോളജിയും വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ വ്യവസായങ്ങളും പഴയ മെത്തേഡുകളും അതൊക്കെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അത് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുറേ ആളുകളുടെ ജോലി പോകാനും ഒരു എക്കണോമിക് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുന്നതിനും കാരണമാകും എന്നാണ് പറയുന്നത്. ഇനി മാർക്സിസം, എ ബോർഡർ ടേം എൻകോമ്പസിംഗ് ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ തിയറി ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. മാർക്സിസം അനലൈസ് ക്യാപിറ്റൽസ് സൊസൈറ്റി, ക്രിട്ടിക് ഇനീക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അഡ്വക്കേറ്റ് റെവല്യൂഷണറി ട്രാൻസിഷൻ ടു ക്ലാസ്ലെസ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് കളക്റ്റീവ്ലി. അപ്പം മാർക്സിസം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. ഇവർ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ ക്രിട്ടിക്സ് ചെയ്തുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത്. ക്യാപിറ്റലിസ്റ്റ് ആളുകൾ ഇനീക്വാലിറ്റി ഉണ്ടാവും, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും. അതിനെതിരെയുള്ളൊരു ക്ലാസ്ലെസ് സൊസൈറ്റി, അവിടെ ഒരു ക്ലാസ്ലെസ്, റിച്ചും പോറും പറഞ്ഞ രണ്ട് ഗ്രൂപ്പില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാർക്സിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, താങ്ക് യു.